വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്നാ പറയാൻ സുഖമായിട്ടിരിക്കുന്നു, ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു. ഇതേ ഞങ്ങള് അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തപ്പോ നമ്മള് മോൺട്രിയാല് മീൻസ് നമ്മൾ പറഞ്ഞായിരുന്നു റൂമൊക്കെ എടുത്തിട്ട് നമ്മള് ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് അടുത്ത ദിവസം നമ്മൾ ഇവിടുന്ന് പോവാന്ന്. അപ്പൊ ഇന്നിപ്പോ ഇവിടെ മോർണിംഗ് 5:30 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 6 മണിക്ക് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് വണ്ടി ഉണ്ട്, നമ്മൾ അവരെ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ എല്ലാം എണീറ്റ് ആവിനെ എടുപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഇനി ഇറങ്ങാനുള്ള ഒരു പ്ലാനിങ് ആണ്. ഇനിയിപ്പോ ഇവിടുന്ന് മോൺട്രിയാൽ നമുക്ക് ദുബായ്, ഇനി നമുക്ക് ഇവിടുന്ന് ദുബായിലേക്കുള്ള യാത്ര കാണാം. നമുക്ക് എമിറേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് 7 മണിക്കാണ് അവിടെ ചെക്കിങ്ങിന് നമ്മൾ അപ്പോയിന്റ്മെന്റ് നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഒരു ടൈമിൽ ചെന്ന് നമുക്ക് ചെക്കിൻ ചെയ്യാൻ പറ്റും. അപ്പോ നമ്മളെല്ലാം അത്യാവശ്യം റൂമൊക്കെ ഒന്ന് നീറ്റാക്കി ക്ലീൻ ആക്കി ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി അത്യാവശ്യം അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം ബാഗിലേക്ക്. പിന്നെ എന്താ പ്രത്യേകിച്ച് ഉറക്കം ഉണ്ടായില്ല രാത്രി, അതാണ് നമുക്ക് കിടന്നത്. എനിക്കില്ല, അത് അങ്ങനെയാണല്ലോ നാട്ടിൽ പോണാലും. ഇപ്പൊ എനിക്ക് അതുപോലെ നമ്മളൊരു സ്ഥലത്ത് നമ്മൾ പോകുന്നത്, അപ്പൊ നമ്മൾ ട്രിപ്പിന് പോകാന്ന് പറഞ്ഞാലും ഞാൻ അതുപോലെ തന്നെയാ. എനിക്ക് എന്ത് ചെയ്താൽ ഉറക്കം വരില്ല. മീൻസ് എന്റെ തലേ ദിവസം അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. മീൻസ് ഉറങ്ങും എണീക്കും, കിടക്കും എണീക്കും, അങ്ങനെ തന്നെ. അപ്പൊ ഇതിനൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങട്ടെ കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ താക്കോൽ കൊടുക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഇതിപ്പോ ഇന്നലെ അവയിൽ കൊണ്ടുപോയി ഞങ്ങളൊരു സ്ട്രോബെറി, അപ്പൊ കുറച്ച് ബാലൻസ് ഉണ്ട്, അതിപ്പോ തിന്നിട്ട് പോകും. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എടുത്തൊക്കെ നമ്മൾ അത്യാവശ്യം ബാറ്റിൽ പിന്നെ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോയാൽ മതി. ഇന്നത്തെ ഹിയർ ആവിയാണ് കേട്ടോ. ഒന്ന് ആവി വിറ്റാമിനി കളറ് ഫുഡ് ചെയ്ത് ഒരു ഹായ് പറഞ്ഞ ആവി. ഹായ് ഹായ്, ലുക്ക് ആവിയാണെന്ന് അല്ലേ? അല്ല ആവി ഒരു ഹായ് പറഞ്ഞ എല്ലാവരോടും ഒരു ഹലോ പറഞ്ഞേ. ആവി ഉറക്കത്തിനുള്ള കടവിലിരിക്കുക. കുറച്ചാലും ഞാൻ നോക്കിയാൽ ഒപ്പിട്ട് അപ്പോഴൊക്കെ ഞങ്ങളൊന്ന് എടുത്ത് വെച്ചിട്ടൊന്ന് ഇറങ്ങട്ടെ കേട്ടോ. ബാക്കി നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഔട്ട് ചെയ്തിട്ട് ഇതേ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ ചെന്ന് അവർക്ക് ലഗേജും പോയിട്ട് റൂമിന്റെ കീയും കാര്യങ്ങളും നമുക്ക് അവരെ കൊടുക്കണം. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്തോ ഇവിടെ ചെക്കുമല്ലേ, സെക്യൂരിറ്റി ചെക്കിംഗ് സംഭവം ചെയ്തിട്ടുണ്ട്. 7 മണിക്ക് ടൈം സ്ലോട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് നമ്മുടെ സെക്യൂരിറ്റി ചെക്കിംഗ് ചെയ്തോളൂ. അങ്ങനെ ഓപ്ഷൻ ഉണ്ട് മോൺട്രിയൽ എയർപോർട്ടിൽ, അവർ കറക്റ്റായിട്ട് കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ അത് നേരത്തെ എടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണല്ലേ. നോക്കാം. അവസരം മുതലെടുക്കുന്നു അല്ലേ. നമ്മൾ ബാക്കിൽ വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് മേടിക്കാനായിട്ട് വന്ന കാരണം സോറി ബോർഡിംഗ് പാസ്. ഓ യാ ഷുവർ. യാ ഡേവിഡ് പ്ലീസ്. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ബാഗിൽ ആബിയുടെ മരുന്നുള്ളത് കൊണ്ട് ഒരു ചെക്കിങ് കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അവർ ബാഗ് തുറന്നു നോക്കി, പക്ഷെ കുഴപ്പമുണ്ടായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൊച്ചു കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് എമിറേറ്റ്സിന് നമുക്ക് നേരത്തെ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആ ഒരു ടൈം ഒരു സ്ലോട്ട് തരും അവർ. ആ സ്ലോട്ടിൽ വന്നിട്ട് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ചെക്കിങ് ചെയ്തിട്ട് നമുക്ക് തരാം. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അല്ലാത്തവർക്കാണെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ചെക്കിങ് ചെയ്തിട്ട് അകത്ത് തരാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞത് ഇനി എമിറേറ്റ്സിൻ്റെ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും മാക്കി കയറി സ്റ്റോപ്പ് ക്രീം മേടിച്ചു. അല്ലെങ്കിൽ യൂഷ്വലി കട കയറുമ്പോൾ എത്രയാന്ന് നോക്കുമ്പോൾ റേറ്റ് കൂടുതലാണെങ്കിൽ പുള്ളിക്കാരൻ എനിക്ക് മേടിച്ചു തരില്ല. ഇതിപ്പോൾ എന്തായാലും അനിയത്തിക്ക് മേടിക്കണതിന്റെ ഗ്യാപ്പിൽ ഞാനും കൂടെ ഒപ്പിച്ചു വരണം. അല്ലെങ്കിൽ 50 എന്ന് പറയുമ്പോഴേക്കും പോവാന്ന് പറയും. അവസരം മുതലെടുത്ത് ഞാൻ ഇപ്പഴെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. ഇവിടെ കുറേ ഗ്രോസറി ഷോപ്പ് ഉണ്ട് കേട്ടോ. അത് ബിസ്ക്കറ്റോ എന്താ സാധനം കുറേ ഉണ്ടല്ലോ. ഗ്രോസറി അല്ല, അയ്യോ ഗ്രോസറി അല്ല, അപ്പോൾ നമ്മൾ ഇനി എമിറേറ്റ്സിന്റെ കൗണ്ടർ 53 ആണ്. ഇത് നമുക്ക് 63 പോകുന്നുണ്ട്. ആബിയാണെങ്കിൽ മൊത്തം അലമ്പ്. ആബിക്ക് എന്റെ കയ്യിൽ ഇരുന്ന് നടക്കുവോ? നടക്കാം, മേടിച്ചു തരാം. കൈ പിടിച്ചോ, അവിടെ കൈ പിടിച്ചോട്ടോ. ലെറ്റ്സ് ഗോ. ഗ്ലാസ് വെച്ചോ. അപ്പോൾ വെച്ചതാ. വാവ് വാവ്, പാനോട് ഇറക്കിട്ട് കൊടുക്കാൻ നല്ലതായിരുന്നു. പാൻ്റെ ഇറക്കിട്ടില്ല. വാവ്, ആബിക്ക് കൂളിംഗ് ഗ്ലാസ് വെക്കണം ഇഷ്ടമാണ്. ആബി വെക്കും. ഓ എന്റെ പൊന്നെ പോഷ് ലുക്ക്. മുകളിൽ വെക്കണേ കാണണ്ട. ഏതോ ഫെമിനിച്ചീനെ പോലെ ആബി. ആബി ആദ്യമായിട്ടാണ് അത് കയറാൻ പോണേ. ആ ഫസ്റ്റ് ആബി പേടിച്ചിക്കോ എന്തോ. ആ പോട്ടെ ചവിട്ടിക്കോ. നടന്നു നോക്കോ.
കണ്ടടാ അടിക്കോ ബാക്കിലാള് അപ്പെടുക്കാം ബാ ഇതേ പാപ്പം മേടിച്ചിട്ടാ അവിടെ കൊണ്ട് അപ്പം കാണിച്ചത് ഇവിടെ ഏതൊക്കെയോ നടപ്പുണ്ടോ അത് ഇതിന്റെടാ അത് മെക്സിക്കോടെ എയറോ മെക്സിക്കോ ഈ കിടക്കണ ഇറക്കാണ്ടാ ഇതിപ്പോ പോവാൻ നിൽക്കണയാണോ അത് അവിടെ പോർട്ടേഴ്സ് എടുക്കുന്നുണ്ട് എയർ ട്രാൻസാറ്റ് എടുക്കുന്നുണ്ട് എയറോപ്ലെയിൻ ആദ്യം കേൾക്കണല്ലോ ഈ എയറോ മെക്സിക്കോ പിന്നെ അവർക്കും ഫ്ലൈറ്റ് ഉണ്ട് മെക്സിക്കോയ്ക്കും ആണല്ലേ വാ നമുക്ക് നമ്മുടെ കൗണ്ടറിലേക്ക് പോകാം വീട് പോകാൻ പറ്റില്ല അടച്ചിട്ടേക്കാം ഓക്കെ നമുക്ക് വീണ്ടും തിരിച്ച് നടക്കാം നമ്മുടെ സ്ഥലം എത്തിയിട്ടില്ല 63 നമ്മുടെ സ്ഥലം 53 ആയിട്ടുള്ളൂ എന്തിനിങ്ങനെ നമ്മൾ നടത്തിക്കുന്നു നല്ലതാ ഏഷ്യക്കാരെ ഒരു മൂലക്കെ കൊണ്ടേ തട്ടിയേക്കുന്നുള്ളൂ ഏഷ്യൻ ആബിയുടെ ഫസ്റ്റ് ജേണിയും സെക്കൻഡ് ഫ്ലൈറ്റും ആബി അപ്പൊ നമുക്ക് മറ്റേ ഇത് കിട്ടുമായിരിക്കുമോ അതെനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ ആ ഒരു എന്താ പറയാ സർട്ടിഫിക്കറ്റ് വരും പൈലറ്റ് സൈൻ ചെയ്തിട്ട് ആണോ ചോദിച്ചോക്കാം അങ്ങനെ നമ്മൾ നടന്ന് 63 എത്തി കേട്ടോ ഇത് ഏറ്റവും അറ്റത്തെങ്ങാണ് കൊണ്ടുവച്ചാൽ 63 നമ്മൾ എത്തിയിരിക്കുകയാണ് അതേ പറയാം ഏറ്റവും അറ്റത്തെങ്ങാണ് 63 കൊണ്ടുവച്ചാണ് ഇത് തന്നെയായിരിക്കും സീറ്റിങ്ങിന്റെ അപ്പർ ക്രസ്റ്റ് ഞാൻ കേൾക്കാത്തതും കാണാനായിട്ടുള്ള ഒരു കഫറ്റേരിയ ആണ് വേണമെങ്കിൽ ഫുഡ് മേടിച്ചിടാം കഫറ്റേരിയ ഉണ്ട് വേണം അതിന് കഴിക്കണം വൈനിരിക്കണം കുപ്പികളിരിക്കണടാ ഫേവറേറ്റ് പ്ലേസ് നിന്റെ കുപ്പി നമുക്കത് ദുബായിന്ന് മേടിക്കാം ഇത് പക്ഷെ വൈനാന്ന് തോന്നിച്ചായ ഇത് മൊത്തം വൈനാട്ടോ വെറൈറ്റി എല്ലാം ഉണ്ട് വോട്ട് വൈൻ എല്ലാം ഉണ്ടോ ഉണ്ടെന്നുണ്ട് 40 അവരവിടെ ഇരുത്തിട്ടോ ഞാൻ ചായ മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന ഇവിടെ കിടലും കുപ്പികളും കിട്ടത് വൈന അത് മൊത്തം എന്തോ പ്രൊമോഷൻ ഓഫറൊക്കെ ഉണ്ടല്ലോ 6 ബോട്ടിൽ $12 ഓഫോ 6 ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ ടേഗൂസ് നല്ല സാധനം കേട്ടോ നോക്കാം ഇതൊരു ഉള്ള സാധനം അത് എനിക്കിഷ്ടമല്ല എൻ്റെ ടേസ്റ്റ് ഫയർ ബോൾ ഇവിടുത്തെ സിഗരറ്റ് കഴിക്കണം അതിൻ്റെ കവറൊന്നുമില്ല ഇവിടുത്തെ സിഗരറ്റുകൾ എങ്ങനെയാണ് ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് പാടില്ല ബ്രാൻഡിൻ്റെ ഗ്ലെൻവിലറ്റ് ഗ്ലെൻമോറെ ജെയിംസൺ ഇവിടെ കണ്ടേ ചായക്കടയുണ്ട് ഒരു ചായ മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അവർക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ഉള്ളത് സ്റ്റാർബക്സ് ഉണ്ട് റേബൻ്റെ ഷോറൂം സ്റ്റാർബക്സ് കയറി എന്തെങ്കിലും ഓർഡർ ചെയ്യാം ഇവിടുത്തെ സ്റ്റാർബക്സ് ഇവിടെ എന്തെങ്കിലും ചായ എന്തെങ്കിലും ഓർഡർ ചെയ്യാം പാൽ ചായ എന്തെങ്കിലും ഓർഡർ ചെയ്യാം എന്നാൽ ഓർഡർ ചെയ്യട്ടെ കേട്ടോ എന്നാൽ ബാക്കി വേണ്ടത് പിന്നെ ചായ മേടിച്ചിറങ്ങി കേട്ടോ ഒരു ചോക്ലേറ്റ് മിൽക്കും മേടിച്ചാൽ അവർക്ക് ഒരു ചായ ലാറ്റെ മേടിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെയിറ്റിംഗ് ഏരിയ ഉണ്ട് അവിടെ ഒരു ഇവിടെ എന്തൊരു കടയുണ്ടല്ലോ ഇവിടെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ ആബിനെ കൊണ്ടുവന്ന് കളിപ്പിക്കായിരുന്നു വളരെ സമയം 7:30 ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ 10:15 ഫ്ലൈറ്റ് ഒരുപാട് നേരമുണ്ട് ഇനി ഈ വഴി പോയി നോക്കാം അല്ലേ അവിടെയാണ് ഇരിക്കണം ഈ വഴി പോയാലും അവരുടെ അടുത്തെത്തും ഇരിക്കണം അമ്മയും മോളും കൂടെ കൂടിയിട്ട് പേരൊക്കെ തിന്നണോ ആബി അബിഗേൽ എന്താ അവിടെ കഴിക്കണേ സാറില്ല എൻ്റെ ഫേവറേറ്റ് അവിടെ ടിമോട്ടസ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എനിക്കത് മേടിച്ചത് ഇത് മാത്രം ഉണ്ടായിരുന്നു ആബിക്ക് ഇതൊരു ചോക്ലേറ്റ് മിൽക്ക് വേണം ആബിക്ക് ഒരു സ്ട്രോ ഇല്ല അത് ഈ ചായ അടിയതപ്പോൾ അയ്യോ ആബിന് ഇവിടെ ചാരി ഇട്ടേക്കാണോ നമ്മുടെ എമിറേറ്റ്സിൻ്റെ നമ്മുടെ വണ്ടി എത്തിയിട്ടോ ഇവിടെ നിന്ന് കാണാം കേടുവാ അതെ നമ്മുടെ ഇത് ബോയിങ് 777 നമ്മുടെ ഇനി ആവി അവിടെ പോയിട്ടുണ്ട് അവിടെ ഒരു ചെക്കൻ കൊച്ചു അവിടെ നിൽക്കുന്നുണ്ട് ആവി അതിന് പോയി നോക്കി കേട്ടോ
നൈസായിട്ട്. അബി ഓ എന്താ ലൈറ്റൊക്കെ തെളിപ്പിച്ചടിക്കണ്ടല്ലോ. ഇനി ഇവര് എന്തോരും പണി തരാല്ലേ, ക്ലീൻ ചെയ്ത് അല്ലേ, ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വേസ്റ്റ് എല്ലാം കളഞ്ഞ് ക്ലീൻ. നേരെ 8 മണി ആയുള്ളൂ. 10:15 2 മണിക്കൂർ കൊണ്ട് അവർ ചെയ്യായിരിക്കും. അബി ഇത് എങ്ങനെയാ അബി പയ്യെ പയ്യെ നടന്നായി ഏറ്റിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. പയ്യെ പയ്യെ സ്റ്റെപ്പ് ഇങ്ങോട്ട് അത് പെൺകൊച്ചാടാ. ഇത് അല്ല അത് അത് പറഞ്ഞു അല്ലാന്ന് തോന്നുന്നല്ലേ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് ഇത് അവിടെ എന്തോ ഒരു സ്റ്റാഫാന്ന് നോക്കി. കുറച്ച് ആൾക്കാർ അവിടുത്തെ ഫുഡിൻ്റെ സാധനങ്ങൾ അവിടെ ബോക്സാക്കി എടുത്ത് വെച്ച് കൊണ്ടുപോകുന്നു. പിന്നെ അതേ കുറച്ച് അവിടെ ആൾക്കാരവിടെ എനിക്ക് അത് യൂസ് ചെയ്ത സാധനങ്ങൾ കൊണ്ടുപോകണോ? അല്ലല്ല, അതെന്ന് വെച്ചാൽ പുതിയ പില്ലോസ്. അത് കണ്ടിട്ട് എനിക്ക് എങ്ങനെയാണ് പൊട്ടിക്കാതെ കണ്ടോ. ബാക്കി ആൾക്കാരുടെ കയ്യിൽ വാക്യൂം ക്ലീനറും പിന്നെ മോപ്പും ഉണ്ട്. ഈ ടീം ഇപ്പൊ എല്ലാരും ഇറങ്ങി ഫ്ലൈറ്റിൽ നിന്ന് ഈ മൊത്തം ഇതിനകത്ത് കയറി വാക്യൂം ചെയ്ത് ഇതെല്ലാം പില്ലോ എല്ലാം സീറ്റിൽ അറേഞ്ച് ചെയ്ത്. ഇത്രയും പേരുണ്ട് കേട്ടോ. വെറുതെ അല്ല ഇവര് പെട്ടെന്ന്. കാരണം വെച്ചാൽ ഇപ്പൊ സമയം ഒരു ക്രൂ ആയിരിക്കും ഇവിടെ. ഇങ്ങനെ ഒരു ക്രൂ ഇങ്ങനെ ഇതിന് ഒരു ടീം ഇപ്പൊ അത് കണ്ടോ, ഫുഡ് വേസ്റ്റുകളാണ് പോണ മൊത്തം. കാരണം വെച്ചാൽ ഇപ്പൊ 8 മണിയായില്ലേ, നമുക്ക് 10 മണിക്ക് 10:15 ഇവിടുന്ന് ഫ്ലൈറ്റ് പോകും. അപ്പൊ ആ 2 മണിക്കൂറിനുള്ളിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കണം. വിത്ത് സ്റ്റാഫ് ഉണ്ടേ, ബിസിനസ് ക്ലാസ്സും ഒക്കെ ഉണ്ടല്ലോ, ഫസ്റ്റ് ക്ലാസ്, എക്കണോമി, ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്യണ്ടേ. ഫ്ലൈറ്റിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കയറി ഇരുന്നൊന്ന് സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പൊ അത് ഞാൻ വീഡിയോ എടുത്തത് അബിഗലിന് കളിക്കാനായിട്ട്. ഇതെന്താ, നമ്മുടെ ബ്രഷും സാധനങ്ങളല്ലേ ഇത്. ഞങ്ങൾക്കൊരു ബ്രഷിൻ്റെ ഒക്കെ കിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവർക്ക് കളിക്കാനായിട്ട് അവരൊരു ബുക്കും പിന്നെ കുറച്ച് കളർ പെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ വെച്ച് വരയ്ക്കോ നോക്കാൻ നമുക്ക്. ചിലപ്പോൾ വരയ്ക്കും, ചിലപ്പോൾ വീട്ടിലാണെങ്കിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ഇതിൽ വരയ്ക്കും. അതിന് പിന്നെ ബാക്കിയൊക്കെ അവള് ചുമരക്കട കുത്തി വരയ്ക്കുകയോ ചെയ്യുന്നത്. നിൽക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ കിറ്റിനകത്ത് എന്താ ഉള്ളത് നോക്കട്ടെ കേട്ടോ. അതെന്റെ ലോക്കായിരുന്നു പൊട്ടിച്ച്. നമ്മുടെ കയ്യില് സോക്സ്, ഒരു ജോഡി സോക്സ്, പിന്നെ ഒരു ബ്ലൈൻഡ്സ്, ബ്ലൈൻഡ് ഫോൾഡ്, പിന്നെ ഇയർ പ്ലഗ്. അത് വേണം ഇവക്ക് വെച്ച് കൊടുക്കാൻ പാടില്ലേ. ബ്രഷ്, പിന്നെ വാട്ട് ഈസ് ദിസ്, പേസ്റ്റ്. കുഞ്ഞു പേസ്റ്റ് അല്ലേ, എന്ത് ക്യൂട്ടല്ലേ പേസ്റ്റ്. അല്ല, ഇയർ പ്ലഗ് നമുക്ക് കൊച്ചിന് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതെന്തത്, ഇത് അവരെന്തോ പരസ്യം പോലെയാണ്. അപ്പൊ അത് തന്നെ ആയിരിക്കും. സെയിം തന്നെ നമ്മുടെ ഇതിലെ. ഓക്കെ, അപ്പൊ നമുക്ക് 2 സാനിറ്ററി സംതിങ് മൂലയ്ക്ക് വെച്ചോട്ടോ. ഇത് കിട്ടിയ ഇതൊന്നും നോക്കട്ടെ കേട്ടോ. ഇത് ശരിക്കും ആബിയുടെ ഇതെന്തോ ഒരു ബാഗാണിത്. ഇതുണ്ട് എക്സ്പ്ലോറർ ബാക്ക് പാക്ക്. പൊട്ടിക്കട്ടെ ആബി? ആബി ഇത് പൊട്ടിക്കട്ടെ അപ്പാ, പൊട്ടിച്ചേട്ടെ. അത് ആബിയുടെ. അത് ഇതിൻ്റെ അകത്ത് എന്താ എഴുതിയണേ? അതെന്തോ അവരുടെ കുണസ ഇതുണ്ടോ ഇത് ആബി? ഒരു ബാഗ്, എമിറേറ്റ്സിന്റെ ബാഗ്. കുഞ്ഞു ബാഗാണല്ലോ അത്. ആബിയുടെ മറ്റേ പിങ്ക് ബാഗ് നമ്മൾ കൊണ്ടുവന്നില്ല അല്ലേ? ഓ, അത് മറന്നുപോയതാണോ നമ്മള്? മലപ്പുറം എടുക്കാത്ത. ഓക്കെ, ഞാൻ പറയട്ടെ, ആബിയുടെ ആ ഒരു കളിപ്പാട്ട് മുകളിലിരിക്കണം, ആ കട്ടയുടെ. അത് ഇച്ചാന്റെ ബാഗിലാ. അത് എടുത്ത് വെക്കുവാണെങ്കിൽ അത് അതെടുക്കാം. അവള് ഇവിടെ വരയ്ക്കുന്നത്. താങ്ക് യു. ഞാൻ പറഞ്ഞില്ലേ, അവള് ചുമരക്കട വരച്ചോണ്ട് അവള് ഇവിടെ വരയ്ക്കുന്നു. അവൾക്ക് ആ കട്ട എടുത്ത് കൊടുക്കുക. അതാണ് ഇവിടെ വെച്ച് കളിച്ചോണ്ട് മൂലക്കിട്ട് വെച്ചു. ആബിയുടെ ടോയ് അൺബോക്സിംഗ് ആണ് നിങ്ങളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ആബി കാക്കയോ? ആവിക്ക് പിന്നെ എല്ലാം കാക്ക. അത് കാക്കയല്ല, കോഴി. ആബിയുടെ വാവ് ഈ നാട് മൊത്തം അറിയും. അപ്പുറത്ത് കൊച്ചുങ്ങള് ഫാമിലി ഇരിക്കുന്നത്. നമ്മള് ബാസിനെറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ് ഇവർക്ക് പാകാവുന്ന ആദ്യം നോക്കട്ടെ, വെയിറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മളിതെല്ലാം മണ്ണിനും എല്ലാം നമ്മൾ ഓൺലൈൻ ചെയ്തു കേട്ടോ.
ഇവിടെ വെക്കിന്നാ ഇവിടെ വെക്കി. ഇതാട്ടോ ഞങ്ങളുടെ മെനു. ലഞ്ച് ലഞ്ച് കിനോവ സാലഡ് അടി, പിന്നെ മെയിൻ കോഴ്സ് ചിക്കൻ ടജീൻ. അതെന്താണെന്നറിയില്ല, അതെന്താ ലെമൺ ആൻഡ് ഒലിവ് സോസ് ഒന്ന് വരും പറയാം അല്ലേ. പിന്നെ ലാമ്പ് മജ്ബൂസ്. പിന്നെ ഉള്ളത് ഡെസേർട്ട് സ്റ്റിക്കി ടോഫി പുഡിംഗ് ചോക്ലേറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എമിറേറ്റ്സിന്റെ ആപ്പിൽ നേരത്തെ കാണിച്ചത് തന്നെയാണ്, സെയിം തന്നെ കേട്ടോ. ആ പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു സ്നാക്ക് പോലെ ഒരു പിസ്സ കിട്ടും, മാർഗരേറ്റ പിസ്സ. ഈ മാർഗരേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മൾ അപ്പോഴത്തേക്ക് അവിടുത്തെ ദുബായിൽ ഏകദേശം രാവിലെ ആകുമ്പോൾ എത്തുമായിരിക്കും. പിന്നെ സ്ക്രാമ്പിൾഡ് എഗും വിത്ത് ലീക്ക് ചോക്ലേറ്റ് പാൻ കേക്ക്. സാറില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്താണ് കൊച്ചിനുള്ള ഫുഡ് നമുക്ക് കിട്ടില്ല. നമ്മൾ ടേക്ക് ഓഫിൻ്റെ സമയം ആബിനെ ഞങ്ങൾ പാൽ കുടിക്കാൻ വേണ്ടി കിടത്തി. അതെ, ആബിക്ക് വേണ്ടിയിട്ടൊരു എക്സ്ട്രാ സീറ്റ് ബെൽറ്റ് കൊടുത്തു. പിന്നെ കുറേ പേര് പെൻസിൽഫയറൊക്കെ വെച്ചായിരുന്നു. ഞങ്ങൾ പിന്നെ പാല് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതന്നെ, ഇപ്പുറത്തെ സീറ്റിൽ ആളില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സീറ്റ് എടുത്തോണ്ടിരിക്കുക അല്ലേ. പോണ വഴിക്ക് കുറെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്, എയർ ട്രാൻസായിട്ടല്ലേ. ഇത് എയർപോർട്ടാണ്, ഫ്ലൈറ്റ് കിടക്കും. അത് ശരിയാണ്. അല്ലെന്നേ നമ്മള് പോകുന്ന വഴിക്ക് കിടക്കുന്നെന്ന് പറഞ്ഞ കുറച്ച് തറവാട്ട് സ്വത്തോ. അപ്പോൾ ആബിക്കുള്ള ഫുഡ് ഞങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇവിടുന്ന് ആബി 2 വയസ്സ് താഴെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് സീറ്റില്ല. പിന്നെ അതുകൊണ്ട് ബേബി ഫുഡൊന്നും കിട്ടത്തില്ല, ഫുഡും കാര്യങ്ങളൊന്നും അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നു. അതെ, ഫുഡ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ ഇങ്ങനെ ഫ്രൂട്ട്സ്, പിന്നെ ചീസ്, പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്, മഫിൻ അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ അതൊക്കെ കൊടുക്കാമല്ലോ. അതെ, പിന്നെ 13 മണിക്കൂറുണ്ട്. അപ്പോൾ അത്ര നേരം ആവിന് പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ എന്തായാലും. കാരണം ഞാൻ ഇവിടുന്ന് രാത്രി ഫുഡ് മേടിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവർ മേടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ സീറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബേബി മീൽ ഉണ്ട്, അല്ലാത്ത ആൾക്കാർക്ക് ബേബി മീൽ ഇല്ല. അപ്പോൾ പിന്നെ എനിക്ക് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ഫ്ലൈറ്റിൽ ഫുഡ് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത്. നമുക്ക് ഞാനതിൻ്റെ ഒരു കസ്റ്റമർ കെയർ വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ ഫുഡ് കൊണ്ടുവരാം എന്നൊക്കെ അവർ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇറച്ചി ചിക്കനൊക്കെ കൊണ്ടുവരായിരുന്നു. പിന്നെ നമ്മൾ ആ മോണ്ടയിൽ ഇറങ്ങി നമുക്കൊരു സ്റ്റേ നമുക്കത് അല്ല, നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ യാത്രയിലാണെങ്കിൽ നമുക്കത് കൊണ്ടുവരുന്ന കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് ആബി മന്തിയൊക്കെ കഴിച്ചു. നമുക്ക് നമ്മുടെ ഫുഡ് കിട്ടിയിട്ടോ. നമുക്ക് ലഞ്ചാണ് ഇപ്പോൾ ഫസ്റ്റ് തന്നേക്കുന്നത്. നമുക്ക് ഇത് വൈദ്യുതി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്, പക്ഷേ ഒടുക്കത്തെ കയ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സാധനം. ഈ ചായ മേടിച്ചത് റെഡ്. നമുക്കത് തുറന്ന് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് കുറേ സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരാമേ. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഈ ചായ ഇതാണല്ലോ. ഞാൻ റെഡ് വൈൻ പറഞ്ഞു. റെഡ് വൈൻ ഈ പറഞ്ഞ പോലെ ചെറിയ ചവർപ്പുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് ലാമ്പ് മജ്ബൂസാട്ടോ. കണ്ടിട്ട് നല്ല ലുക്കുണ്ട്. എനിക്കെന്താ ആബി അപ്പുറത്തിരുന്ന് ആബിനെ അപ്പുറത്തിരുത്തി ഞങ്ങൾ സ്നാക്ക് കൊടുത്തോണ്ടിരിക്കുക. ആബി മാറി, മൈൻഡ് മാറി. എന്ത് പാപ്പ വേണ്ടത് മോനെ? ആബിക്ക് ഞാൻ ഒരു മജ്ബൂസിന്റെ ഇത് ചൂടാ, ചൂട് ചൂട് ചൂട്. കട്ട്ലറി ഉണ്ട് കേട്ടോ. കട്ട്ലറി എനിക്ക് തോന്നുന്നു എമിറേറ്റ്സിലാണെന്ന് തോന്നുന്നു കട്ട്ലറി. അതുപോലെ ഈ സ്റ്റീലിന്റെ കട്ട്ലറി തരുന്നത്, പേപ്പറും പ്ലാസ്റ്റിക്. ഒരു സ്പൂണ്, ഫോർക്ക്, നൈഫ്. ഇതിൻ്റെ അകത്ത് എന്തുണ്ടല്ലോ ഒരു തരാം അപ്പോൾ തരാം കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പർ. ഓക്കെ, അപ്പോൾ തരാം കേട്ടോ. ആബി മജ്ബൂസ്, ലാം മജ്ബൂസാണ്. അപ്പോൾ ട്രൈ ചെയ്തോ. ലാം മജ്ബൂസാ. ഇത് വൈകിട്ട് ആബി കൊടുക്കുക, അല്ലെങ്കിൽ ആബി കൽപ്പുണ്ടാക്കും. ആബിക്ക് ഇഷ്ടപ്പെട്ടു. ആബി കൽപ്പുണ്ടാക്കും. അല്ലെങ്കിൽ ഞാൻ ഒന്ന് കഴിച്ചു പോട്ടെ കേട്ടോ. ലാമ്പ്
നല്ലതാണോ? ആ ചിലതല്ല. ഞാൻ റൈസും ടേസ്റ്റ് ചെയ്തേ. കൊള്ളാം, രസമുണ്ട്. പിന്നെ നമുക്ക് ഒരു ബെന്നോ, ഇതെന്തോ ബെന്നല്ല, ഇതെന്തോ ഒരു എനിക്ക് എന്താണെന്ന് അറിയില്ല, എന്തൊരു ബ്രെഡാണത്. പിന്നെ അതേ ഇതൊരു ആ ബാർ നല്ലതാ, ഞാൻ കഴിച്ചത്. ബാറ് ഇഷ്ടപ്പെട്ടു. ആ പിന്നെ ഒരു കിനോവ സാലഡ് ഉണ്ട്. പിന്നെ ഒരു പുഡിങ്, ചോക്ലേറ്റ് പുഡിംഗ് ആണെന്ന് തോന്നുന്നു. അതിനകത്ത് അങ്ങനെയാണ് അടുത്ത് എഴുതിയേക്കണേ. വെള്ളമുണ്ട്. പിന്നെ ഒരു പ്രെറ്റ്സലിന്റെ ഒരു സ്റ്റിക്ക്, ഒരു സാഷേ. പിന്നെ വെള്ളം 250 ml. ഇതാണ് ഫുഡ്. നീ എന്താ പറഞ്ഞ ചിക്കൻ അല്ലേ? ചിക്കൻ ടച്ചി. ഞാൻ അതേതാണ് കേൾക്കണത്. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്, കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ. അല്ല, ഞാൻ താത്തിട്ട് ലൈറ്റ് ഓണായിട്ട് അടിക്കാം അവിടെ. ഓക്കെ, എന്നാ ഇത് കഴിച്ചു നോക്കട്ടെ. ഒലിവാണുള്ളത്. ആ തരാം. എനിക്ക് കൊള്ളാമോ? ബാക്കിയെല്ലാം സെയിം തന്നെ അല്ല. ഇത് പറഞ്ഞാൽ ആവി കൊടുത്തേക്ക് കൊടുക്കാം. ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു എനിക്ക് വെച്ചൊരു ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. വിത്ത് സം റൈസ് കണ്ടിട്ട് നല്ലൊരു ആപ്പിക്ക് ആപ്പ് തരാം കേട്ടോ. ചായ കുടിച്ചു കഴിഞ്ഞിട്ടോ. അവനിവിടെ ഇല്ല, അവൻ കൊച്ചിനെ ഡയപ്പർ മാറ്റാനായിട്ട് പോയേക്കാം ബാക്കിലേക്ക്. ഇപ്പോൾ കുറച്ച് ബാക്കിലായിട്ടാണ് ബാത്റൂം. അപ്പോൾ അവൻ ഡയപ്പർ മാറ്റാൻ പോയപ്പോഴത്തേക്ക് കോഫി കൊണ്ടുവന്നു. അപ്പോൾ അപ്പൻ എന്തായാലും ചായന് പയനിരിക്കാനുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഒരു കോഫി മേടിച്ചിട്ടുള്ളൂ. അമ്മ അതിന് കുടിക്കുമല്ലോ. ഞങ്ങൾക്ക് ഒരു സ്നാക്ക് കിട്ടിയതാട്ടോ. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, മാർഗറീറ്റ പിസ്സ. നല്ല ഫ്രഷ് പിസ്സ മേടിക്കണല്ലേ. ആ കൊണ്ടുവന്ന് തന്ന പയ്യൻ ഒരു എക്സ്ട്രാ പീസും കൂടെ തന്നു. ആബിക്കും കൂടെ ഒരു പീസ് തന്നു. ശരിക്കും പറഞ്ഞാൽ ആബിക്ക് മീലില്ല, ആബിക്ക് ഒരു പീസ് കൂടെ തന്നു. ചിലപ്പോ ഈ കസേരയിരിക്കണേ കൂടെ അവര് മാറിപ്പോയതായിരിക്കും അല്ലേ? ചിലപ്പോ ആയിരിക്കും കേട്ടോ. ചൂടാന്നുള്ളേ. ഒരു ബൈറ്റ് എടുത്ത് നോക്കിയേ. എങ്ങനെയുണ്ട്? നല്ലതാണോ? നല്ല രസമുണ്ടല്ലേ? ദുബായ് 3 മണിക്കൂർ, പിന്നെ ദുബായിന്ന് പിന്നെ നമുക്ക് ഇവിടെ 15 മണിക്കൂർ ആയിട്ടല്ല ഫ്ലൈറ്റ്. ദുബായിന്ന് 15 മണിക്കൂറാണല്ലോ ഫ്ലൈറ്റ്. 13 മണിക്കൂർ. അത് കണ്ട് പിന്നെ കൊച്ചിലേക്ക് വശം കിട്ടുന്നതാണ്. വശം കിട്ടും കണ്ടില്ല. കൊറിയറിൽ നമ്മൾ വെളുപ്പിന് 3 മണിക്ക് എണീറ്റിട്ട് ഇത് തുടങ്ങിയിട്ടില്ല. ആബി ഇതെന്താ സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് എന്ന സാധനമാണ്. അത് സാധനം ഉണ്ട്. അത് ഇതേതാ? മിനിറ്റിതറിയാണ്. എനിക്ക് ഒരു കാര്യം ഞാൻ ആബിൽ സപ്പോർട്ട് ചെയ്തേക്കാം. എനിക്കാണ് വിശക്കുന്നുണ്ട്. ചായയും അതൊക്കെ ഒന്ന് കഴിക്കട്ടെ. കാരണം പുറത്തിപ്പം കാണിക്കാൻ മാത്രമൊന്നുമില്ല, പുള്ളിരുട്ട കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളൂ. സൺറൈസ് ആണ്. അവിടെ ഒരു താത്ത വെട്ടം മറക്കി. അതുകൊണ്ട് നമുക്ക് സൺറൈസും സൺസെറ്റും ഒന്നും കാണുന്നില്ല. വീട്ടിൽ നിന്നാണെങ്കിൽ തുരുതുരാന്ന് വിളിച്ചോണ്ടിരിക്കുക. അതെ, ഇനി അറിഞ്ഞിട്ട് വിളിക്കണ, ഞങ്ങൾ വന്നെന്ന് അറിഞ്ഞിട്ട് വിളിക്കണ എന്താണ്? അതായിരിക്കില്ല എന്തായാലും. അവിടത്തെ ഇന്നലെ രാവിലെ വിളിച്ചു, ഇപ്പൊ രാത്രി വിളിച്ചു, ഇപ്പൊ രാവിലെ. ദുബായിന്ന് വാട്സപ്പ് വിളിക്കാൻ പറ്റില്ലല്ലോ, വാട്സപ്പ് കോള് പോവില്ല. നല്ല മെനയുള്ള എയർ ഹോസ്റ്റസ്മാരാണ് അതിനകത്ത്. റെഡി
ഞങ്ങൾ മറ്റേ എയർ കാനഡ കയറിയപ്പോൾ മുടിയെല്ലാം ചില്ലി പറഞ്ഞ് അല്ലേടി എയർ ഹോസ്റ്റസ്മാരുടെ കാര്യം പറഞ്ഞു. ഇതിനകത്ത് നല്ല മുടിയൊക്കെ പറഞ്ഞ് പല തേച്ചിലും കുളിച്ചിട്ടില്ലാത്ത ആൾക്കാരെ കാണുമ്പോ ഒരു മുടിയൊക്കെ നല്ല ഒതുക്കി. ഇത് എവിടുന്ന് കുറച്ചൊക്കെ കണ്ട് എനിക്ക് തന്നെ ഫ്ലൈറ്റ് എടുത്ത് വേഗം വരാൻ പറഞ്ഞാൽ വിളിക്കുമെന്ന് ഓടിക്കാതെന്ന് എല്ലാവരും. എനിക്ക് എമിറേറ്റ്സ് സീറ്റ് കുഴപ്പമില്ല, എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. ഫുഡോ? പക്ഷെ ഞാൻ എന്റെ പ്രതീക്ഷയ്ക്ക് അത്ര വന്നില്ല. ഞാൻ എത്തിഹാദ് പോയപ്പോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഫ്ലൈറ്റ് ഇഷ്ടപ്പെട്ട എത്തിഹാദാ. ഞാൻ ഇവിടെ എത്തിഹാദായിരുന്നു, നല്ല ഫുഡായിരുന്നു. നല്ല എനിക്ക് തോന്നുന്നു എമിറേറ്റ്സ് A380 കുറച്ചുകൂടെ ബെറ്റർ ആണ്, അടിപൊളിയായിരുന്നു. ഞാൻ അതൊന്ന് ട്രൈ ചെയ്യണം. അത് ഡബിൾ ഡെക്കർ വലിയ ഫ്ലൈറ്റാണ്. ഇത് അത്ര പോരാ, നമ്മൾ പ്രതീക്ഷ. നമുക്കിനി കൊച്ചിയിലേക്കും ബോയിങ് 777 ആണ്, തിരിച്ചു വരുമ്പോഴും എല്ലാം ബോയിങ് 777 ആണ്. ആവി ഇറങ്ങിയത് അവിടെ ആവിയുടെ പ്രായത്തിലുള്ള ഒരു കൊച്ചൊക്കെ കേട്ടോ. ശരി, ഞങ്ങൾ ഇറങ്ങിയിട്ട് ബാക്കി വിശേഷം പറയാം. ഞങ്ങള് ഇപ്പൊ ദുബായിൽ ഹോട്ടലിൽ എത്തിട്ടോ. നമ്മള് അവിടെ ലാൻഡ് ചെയ്തു. പിന്നെ ഇമിഗ്രേഷനൊക്കെ ആണെങ്കിൽ അവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ലായിരുന്നു. പിന്നെ എല്ലാം ചടപടയുള്ള കാര്യങ്ങളായതുകൊണ്ട് പറഞ്ഞു റൈറ്റ് പോയി താഴെ പോ, പിന്നെ പോയി പറഞ്ഞു റൈറ്റ് പോയി മുകളിൽ പോ. നടന്ന ആവിയാണെങ്കിൽ ഫുൾ ഉറക്കത്തിന്റെ ഒരു ചടവായിരുന്നു അവള്. പിന്നെ അവിടെ എല്ലായിടത്തും ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ട് ക്യാമറ വീഡിയോ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒരു തപ്പലായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടല്ലേ വേണ്ടത്. അപ്പൊ ദുബായില് ആദ്യമായിട്ടാ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഹോട്ടൽ റൂമിൽ എത്തിയത് കേട്ടോ. നമ്മുടെ റൂം നല്ല മുറിയത്. അവിടെ നമുക്കൊരു ബാൽക്കണി പോലത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ 2 ബെഡും ഇതും ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് താഴെ ഫുഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ താഴേക്ക് പോവാ. ദുബായ് കണക്ട് എന്നാണ് അതിന്റെ പ്രൊസീജിയർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ഞങ്ങൾ ഓൺലൈനിൽ വിസ അപ്ലൈ ചെയ്തായിരുന്നു. നമുക്ക് എമിറേറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ഓവർ ഉള്ളതുകൊണ്ട് നമ്മുടെ ഡോക്യുമെന്റ് ദുബായ് കണക്റ്റിന് മേലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വിസ റെഡിയാക്കി തരും. അപ്പോൾ വിസ നമുക്ക് ഓൺലൈനിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ആബിക്ക് വിസ വേണ്ടായിരുന്നു. അപ്പോൾ അവൾ കനഡിയൻ സിറ്റിസൺ ആയതുകൊണ്ട് ആബിക്ക് വിസ വേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ നേരെ കയറി പൊക്കോളം പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് സെക്യൂരിറ്റി പാസ് ചെയ്ത് അങ്ങ് പോന്നു. എന്നിട്ട് അവിടെ ഹോട്ടലിൻ്റെ ഡെസ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ നമുക്ക് ഷട്ടിൽ ബസ് അറേഞ്ച് ചെയ്ത് ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ വന്നു. അങ്ങനെയാണ് പറഞ്ഞത്. താഴെ പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഇനി ഫ്രഷ് ആണ് ആബിനെ കുളിപ്പിക്കണം. അതെ, നമ്മുടെ ഒരു കൂട്ടുകാരൻ അഖില് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ വരുവാണെങ്കിൽ പുറത്ത് പോയി മ്യൂസിയത്തിൽ പോകണം. പിന്നെ കുറച്ച് നല്ല പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ 6 മണിക്ക് ചെക്കൗട്ടിന് വരാനാണ് പറഞ്ഞേക്കുന്നത്. അതെ, 11 മണിക്ക് നമ്മള് ഫ്യൂച്ചർ മ്യൂസിയം ബുക്ക് ചെയ്തിട്ടുണ്ട്. 11:30. ഓക്കെ, അപ്പൊ നന്നാ ഞങ്ങൾ താഴെ പോയി ഫുഡ് കഴിച്ചിട്ട് വരട്ടെ കേട്ടോ. അതെ, ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ഇനി ദുബായ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും